ഒരു സ്വിച്ചിക്ക് സദ്യ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ് എന്നാൽ പിന്നെ വാഗമൺക്ക് വിട്ടേക്കാം, ഒരു ദിവസം അവിടെ സ്റ്റേ പിടിക്കാമെന്ന്. ഒന്നും നോക്കിയില്ല, ഊണ് കഴിഞ്ഞ് നേരെ നേരെ വാഗമണിലേക്ക് പോയി. ഫുൾ ചില്ലടിച്ച് ഹാപ്പി ആയിട്ടാണ് പോയത്. ഓൺലൈൻ വഴി ഒരു റൂം കണ്ട മാന്യന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാർ മൊത്തം മാന്യന്മാരല്ലെന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ല അറിയുള്ളൂ. ഈ ഇരിക്കണവനാണ് പോൾ ബാർബർ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉള്ളിൽ എസ്തെറ്റിക് മനുഷ്യൻ ഇറങ്ങി വരും. അവനവൻ്റെ പട്ടിഷോ ആണെങ്കിൽ ഏതാണ്ട് വലിയ കാര്യത്തിന് അറിയാന്നുള്ള മട്ടില്ല. അവൻ കുറേ വീഡിയോ എടുക്കും, കുറേ എന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കുറേ തള്ളു പറയും. കണ്ട നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പോകുന്ന സമയത്തായിട്ട് നമുക്ക് കുറേ ലൈവ് മൊമെൻറ്റ്സ് കിട്ടണത്. അതായത് ഓർക്കാൻ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള കുറേ ലൈവ് മൊമെൻറ്റ്സ് നമുക്ക് അങ്ങനെയുള്ള സമയത്ത് കിട്ടും. അങ്ങനെ ഞങ്ങൾ വാഗമണിലെത്തി നേരെ പൂളിൽ ചാടി. നല്ല തണുപ്പായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ചില്ല് ക്ലൈമറ്റ് ആയിരുന്നു. പൂളിൽ കിടന്നുള്ള കുറച്ച് ഫോട്ടോസും എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ഭക്ഷണത്തിനായിട്ടുള്ള പെക്കമാച്ച് തുടങ്ങി. ഭക്ഷണം മേടിക്കാൻ ഇറങ്ങി, ഒപ്പം ചെറിയൊരു ട്രക്കിങ് നടത്തി. കാട്ടിക്കൂടി ഇറങ്ങി ഏതൊക്കെയോ ഒരു വഴിക്ക് എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ കണ്ട്. ഫുൾ ഇരുട്ടായിട്ടൊന്നും കണ്ടു എന്നും പറയാൻ പറ്റില്ല, എന്നൊന്നും കണ്ടില്ല വെച്ചാൽ കണ്ടില്ല എന്നും പറയാൻ പറ്റില്ല. ആ ഒരു പോണ പോക്ക് ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. ചിക്കനൊക്കെ മേടിച്ചു വന്ന് ഞങ്ങൾ നേരെ ഗ്രില്ലടിക്കാനുള്ള പരിപാടി നോക്കി. ഒടുക്കത്തെ കാറ്റാണ്, തീയും പിടിക്കാനുള്ള, നല്ല തണുപ്പുണ്ട്. ഗൾഫിൽ പോയാൽ എന്താ അൻസലിൻ്റെ ബുദ്ധി നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. റൂമിൽ പോയി ഫാൻ എടുത്തോണെന്ന് ചേർക്കാൻ അടുപ്പിലങ്ങോട്ട് ഊതി. വാങ്ങിച്ച കരി മൊത്തം ഒറ്റടിക്ക് കത്തിപ്പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ചിക്കൻ നേരെ എണ്ണ വരട്ടി ഗ്രില്ല് ചെയ്ത് മുകളിൽ കയറ്റി വെച്ച്. പിന്നെ കുറച്ച് പാട്ടും ഡാൻസും ആയി. നല്ല ക്ലൈമറ്റായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് പൂളിൽ ഒന്നും കൂടി ചാടി. ഒരു ചിൽ മൂഡിന് കുറച്ച് റെഡ് വൈനും മേടിച്ചതാണ് കേട്ടോ. റെഡ് വൈൻ നോൺ ആൽക്കഹോളിക്കാണ്. നല്ല വിശപ്പായിട്ട് ആ സമയം കൊടുത്ത് വൈനും ഒരു ഗ്ലാസ് അടിച്ച്. വൈന്ന് പറഞ്ഞപ്പോൾ തെറി പറഞ്ഞുകൊണ്ട് ഇട്ട് പോകണണ്ട. റൂമിൽ വന്ന് പിന്നെ കുറച്ചു നേരം വർത്തനം പറഞ്ഞ് ചില്ലടിച്ച് കിടന്നു. ഏകദേശം ഉറങ്ങിയപ്പോൾ ഒരു 3-4 മണിയായി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഫയ്യാസ് കുറച്ച് കാട്ടുകൾ കഴിക്കാനുണ്ടെന്ന് അവനങ്ങ് ഇഷ്ടപ്പെട്ട് വായതിന് കൊടുത്തു. അവനത് തിരിച്ച് എൻ്റെ എൻ്റെ അൻസുമോന് ഇങ്ങനെ പെട്ടെന്ന് തളരും, തീരെ കെൽപ്പില്ലാത്തവനാ. പിന്നെ അവിടെ നിന്ന് സൈറ്റ് സീന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഏതോ ഒരു കാട്ടിൽ ഏതോ ഒരു മലയുടെ മൂട്ടിൽ പോയി 10 രൂപ കൊടുത്താൽ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. ഈ മണ്ണിട്ട റോഡും കണ്ട് ഈ ആമ്പലും കണ്ട് 10 രൂപ കൊടുത്ത് തിരിച്ചു വന്നു. എന്തിനാ അങ്ങോട്ട് പോയെന്ന് പോലും മനസ്സിലായില്ല. ഇവിടുന്ന് വള്ളം കയറി ആ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ 50 രൂപ കൊടുക്കണം. അതും എന്തിനാന്ന് മനസ്സിലായില്ല. അത് കാരണം അതിന് കയറിയില്ല. പിന്നെ 10 രൂപ വിഷമത്തിൽ ആൻസലിനെ പിടിച്ച് ഇടിയും കൊടുത്ത്. കണ്ടത് ഈ വെള്ളത്തിൽ കയറി അപ്പുറത്തേക്ക് പോകണതിന് 50 രൂപ. എന്നാൽ അപ്പുറം പോയ വല്ലതും ഉണ്ടോ? അപ്പുറം പോയ ഒന്നുമില്ല. നല്ല നട്ടുച്ച വെയിൽ കൊണ്ട് വട്ട് പിടിച്ചിരിക്കുന്ന സമയം കൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാൻ പ്ലാനിട്ട്. എവിടെയാണ് നല്ല ഫുഡ് എന്നുള്ളത് തപ്പി അന്വേഷിച്ചപ്പോൾ അനോക്കിയിലാണെന്ന് പറഞ്ഞത്. നേരെ അനോക്കിയിലേക്ക് വിട്ട്. അനോക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹീന്ദ്ര ക്ലബിൻ്റെ ഓഫ് റോഡ് ട്രാക്കിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫുഡാണ് ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് 10 മിനിറ്റ് അവിടെ വിശ്രമിച്ച്. നല്ല കൂൾ, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു. പിന്നെ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് നേരെ പൈൻ വാലിയിലേക്ക് വന്നു. പൈൻ വാലിയിൽ എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഉള്ളതാണോ? വീണ്ടും ഇടയ്ക്ക് പട്ടിഷോ വരും, ഇടയ്ക്ക് ഞാൻ ഇറക്കും, ഇടയ്ക്ക് ഇവന്മാരിറക്കും. കൂട്ടത്തിൽ വാഹിദിന് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കരനാണോ കേട്ടോ. അവൻ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ഓടിപ്പോവും, ഫേസ് തരത്തേ ഇല്ല. എന്നാൽ ഉള്ളിൽ ആശാനും വീഡിയോ ഫോട്ടോ ഒക്കെ വേണമെന്നുണ്ട്. പക്ഷെ ആൾക്ക് പറയാനൊരു മടിയാണ്. ആൾ കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചായിരുന്നു, എല്ലാം പാളിപ്പോയി. എന്തൊക്കെയോ എടുത്തത് ഇങ്ങനെ ആകാശം മാത്രം കിട്ടി. എന്തോ പൂക്കി വൈബാന്നൊക്കെ അവൻ പറഞ്ഞു. അവൻ എന്തൊക്കെയോ ശ്രമിക്കണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. വെറുതെ കുറേ മെമ്മറി കളഞ്ഞതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. മരത്തിൻ്റെ ഒരു ഇല പോലും കിട്ടിയില്ലെന്നേ. അങ്ങനെ മരത്തുമ്പിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് എന്നിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഉണർന്നത്. പിന്നെ കുറച്ച് കുരങ്ങുകളുടെ ഫോട്ടോ പിടിക്കാൻ വേണ്ടി ഓടി. കുരങ്ങളുടെ പുറകോടി മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് അവർ ഓടി. ഇതേ ഒരു കുട്ടി കുരകനെ കണ്ട, അതിൻ്റെ തള്ളക്കുരങ്ങും അതിൻ്റെ അനിയൻ കുരങ്ങും താഴെ ഇരണ്ട. ഇവരെൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കി. ഞാൻ ആരാ മോന്ന്, ഞാൻ അവരെക്കാളും വലിയ കുരങ്ങനാണെന്നുള്ള അവർക്കറിയില്ല. പിന്നെ വീഡിയോ കാണുന്നവർക്ക് എവിടെയെങ്കിലും ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ട് എടുത്ത 1-2 സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് ഏതോ ഒരു മൊട്ടക്കുതിൻ്റെ മണ്ടയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഉച്ചിയിൽ വെയിലടിച്ച്. എന്ത് കിടന്നറിയാൻ പാടില്ല, അങ്ങോട്ടും കൂടെ നോക്കി കാണണം. സ്പീക്കറൊക്കെ എടുത്തുകൊണ്ടൊന്ന് പാട്ട് കേൾക്കാന്ന് വെച്ചപ്പോൾ മുട്ടം വെയിൽ. പിന്നെ അവിടെ നിന്ന് അപ്പം തന്നെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടാണ്. വെയിലത്ത് നിൽക്കണമെങ്കിൽ പരിധിയില്ല. അപ്പോൾ സ്പീക്കർ ചുമന്നോളാന്ന് ഏറ്റവും മനസ്സിലാണ്. ഞങ്ങളുടെ പ്ലാനൊക്കെ ഏകദേശം അറ്റപ്പറ്റ വൈൻഡപ്പായി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ്
മനസ്സിൽ വൈബ് ചെയ്യണത്. ഇതുവരെ ഓഫായിരുന്നതാണ്. ഞാൻ പിന്നെ പയ്യെ തിരിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്പോട്ട് കിട്ടിയത്. വീണ് കിട്ടിയവിടുത്തെ സ്വർഗം പോലെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു ചായ കുടിച്ച് അവിടെ നിന്ന് കുറച്ചും കൂടി ഞങ്ങൾ നീങ്ങിയപ്പോൾ വേറൊരു സ്പോട്ട് കിട്ടി. അവിടെ നിന്നൊരു കരിക്കും കൂടി അടിച്ച് ചായയും കരിക്കും അടിച്ച് സന്തോഷത്തിൽ കുറച്ച് ഞങ്ങൾ ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൺസെറ്റ് വരണത്. ആ സൺസെറ്റ് കൊണ്ട് പിടിച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോകാം എന്നുള്ള പ്ലാനായി. സൺസെറ്റ് പിടിക്കാനായിട്ട് നല്ലൊരു സ്പോട്ട് നോക്കി വന്നപ്പോൾ വണ്ടിക്ക് ചെറിയൊരു ഓഫ് റോഡൊക്കെ ഓടി ഒരു മലയുടെ മണ്ടയ്ക്കിലേക്ക് പോകാൻ തീരുമാനമായിട്ടാണ്. ഒരു ചെറിയൊരു ഇടുങ്ങിയ വഴിയുണ്ട്, ആ വഴി കൂടി അങ്ങോട്ട് പോകാം എന്നുള്ള പ്ലാനിലാണ് നിശ്ചയിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് ആ വഴിയൊക്കെ നോക്കുക. പിന്നെ വഴി കാണണമല്ലോ, ഇതാണ് വഴി. പിന്നെ ഒരു കണക്കിന് വണ്ടി ഓടിച്ച് മുകളിലെത്തിയപ്പോൾ ഏകദേശം സ്വർഗം കിട്ടിയ അവസ്ഥയായിരുന്നു. കാരണം ഭയങ്കര ഹാപ്പിയായി. ഇതുവരെ വന്നതിലും ഏറ്റവും ഒരു പീസ്ഫുള്ളായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള നമുക്ക് മാത്രം വന്നിരുന്ന് ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു പ്ലേസ്. അതും നല്ല സൺസെറ്റ് കിട്ടി, നല്ല കിടിലൻ വ്യൂ ആയിരുന്നു. ഞാൻ വ്യൂ ഇവിടെ തൊട്ട് താഴത്തെ വീഡിയോയിൽ ക്ലിപ്പ് ചെയ്ത് ആഡ് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിലും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുന്നതിനും പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിനും ഭയങ്കര മധുരം കൂടുതലായിരിക്കും. പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും പാളിപ്പോവുകയും ചെയ്യും. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്, നമ്മൾ ചില മൊമെൻറ്റ്സ് നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ ആ മൊമെൻറ്റ് നമ്മൾ അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് ആസ്വദിക്കാം. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്ത കാര്യമില്ല. അങ്ങനെ സൺസെറ്റ് കഴിഞ്ഞു ആ ഒരു മൊമെൻറ്റ് നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പയ്യെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. വണ്ടി കയറി ഇങ്ങ് പെരുമ്പാവർക്കും പോന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു പാറ്റേണിലൊരു സ്റ്റോറി ടെല്ലിങ് നോക്കണത്. വീഡിയോ ആരിലേക്ക് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക.